ഹായ്, ഞാൻ ഷെറിൻ ഡേവിസ്. മ്യൂച്വൽ ഫണ്ട് മാസ്റ്റർ സീരീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് മ്യൂച്വൽ ഫണ്ട്സ് എന്നും അതുപോലെ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഒരു ലീഗൽ സ്ട്രക്ചർ എന്താണെന്നുമാണ്. വെൽക്കം ടു അവർ ന്യൂ സീരീസ് മാസ്റ്റർ മ്യൂച്വൽ ഫണ്ട് വിത്ത് ഹോംസ്. എന്താണ് മ്യൂച്വൽ ഫണ്ട്സ്? മ്യൂച്വൽ ഫണ്ട് എന്നത് ഒരു കൂട്ടായിട്ടുള്ള ഒരു നിക്ഷേപ പദ്ധതിയാണ്. അതായത് ഒരുപാട് ആളുകൾ അവരുടെ പണം ഒരുമിച്ച് ചേർത്ത് ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നു. ഈ പണം ഒരു പ്രൊഫഷണൽ ആയിട്ട് ഒരു ഫണ്ട് മാനേജർ കൈകാര്യം ചെയ്യുന്നു. അവർ ആ പണം ഓഹരികളിൽ, ബോണ്ടുകളിൽ അല്ലെങ്കിൽ മറ്റു നിക്ഷേപ ഓപ്ഷനുകളിൽ എന്ത് ചെയ്യും? നിക്ഷേപിക്കും. ഈ നിക്ഷേപത്തിൽ നിന്ന് ലഭിക്കുന്ന ലാഭം ആ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്ന നിക്ഷേപകർക്ക് അവരുടെ നിക്ഷേപത്തിന്റെ വിഹിതം അനുസരിച്ച് തിരികെ ലഭിക്കും. ലളിതമായിട്ട് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ പണം വളർത്താൻ സഹായിക്കുന്ന ഒരു ടീം വർക്കാണ്. വരും എപ്പിസോഡ് നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം, നമുക്ക് പഠിക്കാം. അടുത്തായിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ ഒരു സ്ട്രക്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ മുഴുവനായിട്ടുള്ള ഒരു ഘടന. നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് സെബി, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള സെബി ആണ് ഇന്ത്യയിലെ മുഴുവൻ മ്യൂച്വൽ ഫണ്ടുകളെ നിയന്ത്രിക്കുന്നത്. അവർ മ്യൂച്വൽ ഫണ്ടുകളെ സുതാര്യവും അതുപോലെ നിക്ഷേപകർക്ക് വളരെ സുരക്ഷിതമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്നു. സെബിയുടെ കർശനമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും പാലിക്കണം. ഉദാഹരണത്തിന് AMCകൾ എങ്ങനെ പ്രവർത്തിക്കണം, ഒരു ഫണ്ടിന്റെ വിവരങ്ങൾ എങ്ങനെ വെളിപ്പെടുത്തണം, നിക്ഷേപകർക്ക് എന്തെല്ലാം വിവരങ്ങൾ നൽകണം എന്നൊക്കെ സെബി ആണ് തീരുമാനിക്കുന്നത്. ഇനി സ്പോൺസർ ആണ് ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ തുടക്കക്കാരൻ. ഇത് ഒരു ബാങ്ക് അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനം അല്ലെങ്കിൽ ഒരു വലിയ കമ്പനി ആകാം. ഉദാഹരണത്തിന് HDFC മ്യൂച്വൽ ഫണ്ടിന്റെ സ്പോൺസർ എന്ന് പറയുന്നത് HDFC ബാങ്കാണ്. സ്പോൺസർ ഫണ്ടിന്റെ അടിത്തറ പണിയുകയും അസറ്റ് മാനേജ്മെന്റ് കമ്പനി സ്ഥാപിക്കുകയും ചെയ്യുന്നു. സ്പോൺസർ ഫണ്ടിന്റെ പ്രാരംഭ മൂലധനം നൽകുകയും ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും ചെയ്യുന്നു. ഇനി ട്രസ്റ്റ് മ്യൂച്വൽ ഫണ്ട് ഒരു ട്രസ്റ്റ് ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഈ ട്രസ്റ്റിന്റെ മേൽനോട്ടം വഹിക്കുന്നു. ട്രസ്റ്റികൾ നിക്ഷേപകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരാണ്. അവർ AMC ശരിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, സെബിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്നു. ട്രസ്റ്റുകൾ സാധാരണയായിട്ട് സ്വതന്ത്ര വ്യക്തികളോ കമ്പനികളോ ആണ്. അവർക്ക് AMCയുമായിട്ട് നേരിട്ട് ബന്ധമുണ്ടാകണമെന്നില്ല. ഉദാഹരണത്തിന് ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ ട്രസ്റ്റി ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ധനകാര്യ വിദഗ്ധനോ സ്ഥാപനമോ ആകാം. അസറ്റ് മാനേജ്മെന്റ് കമ്പനി. ഇപ്പോൾ അസറ്റ് മാനേജ്മെന്റ് കമ്പനി അല്ലെങ്കിൽ AMC ആണ് മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു ഹൃദയം എന്ന് പറയുന്നത്. ഇവരാണ് നിങ്ങളുടെ പണം എവിടെ നിക്ഷേപിക്കണമെന്ന് തീരുമാനിക്കുന്നത്. AMCയിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഫണ്ട് മാനേജർമാരുണ്ട്. അവർ മാർക്കറ്റിനെ വിശകലനം ചെയ്ത് ഓഹരികൾ, ബോണ്ടുകൾ അല്ലെങ്കിൽ മറ്റ് അസറ്റ് ക്ലാസസിൽ ആ ഫണ്ട് നിക്ഷേപിക്കുന്നു. ഉദാഹരണത്തിന് SBI മ്യൂച്വൽ ഫണ്ടിന്റെ AMC ആണ് SBI ഫണ്ട് മാനേജ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ AMCക്ക് സെബിയുടെ ലൈസൻസ് വേണം, കൂടാതെ അവർ നിക്ഷേപകരുടെ താല്പര്യം അനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. AMC ഫണ്ടിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ മാനേജ് ചെയ്യുന്നവരാണ്. അടുത്ത ഫണ്ട് മാനേജറാണ് ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ തലച്ചോറ് എന്ന് പറയുന്നത്. അവർ AMCയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രൊഫഷണലുകളാണ്. ഇപ്പോൾ ഫണ്ട് മാനേജർ മാർക്കറ്റിന്റെ ട്രെൻഡുകൾ, അതുപോലെ സാമ്പത്തിക സാഹചര്യങ്ങൾ, കമ്പനികളുടെ പ്രവർത്തനം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്ത് ഫണ്ടിലുള്ള പണം ഏതൊക്കെ ഓഹരികളിൽ, ബോണ്ടുകളിൽ അല്ലെങ്കിൽ മറ്റ് നിക്ഷേപ മാർഗങ്ങളിൽ, അസറ്റ് ക്ലാസുകളിൽ എന്ന് തീരുമാനിക്കുന്നത് ഇവരാണ്. ഉദാഹരണത്തിന് ഒരു ഇക്വിറ്റി ഫണ്ടിന്റെ ഫണ്ട് മാനേജർ ഏതൊക്കെ കമ്പനികളുടെ ഓഹരി വാങ്ങണം, എപ്പോൾ വിൽക്കണം എന്ന് തീരുമാനിക്കുന്നു. അവർക്ക് ധനകാര്യ മേഖലയിൽ ആഴത്തിലുള്ള അറിവും അനുഭവവും ഉണ്ടായിരിക്കും. കാരണം ഫണ്ടിന്റെ റിട്ടേൺസ് അവരുടെ തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഒരു ഫണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഒരു ഫണ്ട് മാനേജർ അതിന്റെ നിർണായകമായിട്ട് പങ്കുവഹിക്കുന്നവരായിരിക്കും. അപ്പോൾ ആ ഫണ്ടിന്റെ വിജയം എന്ന് പറയുന്നത് ആ ഫണ്ട് മാനേജറിന്റെ എഫിഷ്യൻസിയാണ്. അടുത്താണ് കസ്റ്റോഡിയൻ എന്ന് പറയുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ അസറ്റ്സുകൾ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുന്ന ആളാണ്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിന്റെ ഓഹരികൾ, ബോണ്ടുകൾ അല്ലെങ്കിൽ മറ്റു സെക്യൂരിറ്റികൾ വാങ്ങുമ്പോൾ അവ കസ്റ്റോഡിയന്റെ പക്കലാണ് അത് സൂക്ഷിക്കപ്പെടുന്നത്. അതായത് കസ്റ്റോഡിയനാണ് അത് സൂക്ഷിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ SBI മ്യൂച്വൽ ഫണ്ടിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് HDFC ബാങ്ക് ആകാം. അപ്പോൾ കസ്റ്റോഡിയന്മാർ സെബിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ അവർ ആ ഫണ്ടിൻ്റെ ഓഹരികൾ, ബോണ്ടുകൾ അല്ലെങ്കിൽ മറ്റ് അസറ്റുകൾ ഇലക്ട്രോണിക് രൂപത്തിൽ അവർ സുരക്ഷിതമായിട്ട് അവരുടെ കസ്റ്റഡിയിലാണ് സൂക്ഷിക്കുന്നത്. ഇനി ഒരു ഓപ്പറേഷൻസ് സംവിധാനം ഉണ്ടാവും. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ, അതായത് ഓപ്പറേഷൻസ് ആണ് AMC മാനേജ് ചെയ്യുന്നത്.
ഇതിൽ ഫണ്ടിൻ്റെ നെറ്റ് അസെറ്റ് വാല്യൂ കണക്കാക്കുന്നത്, നിക്ഷേപകരുടെ അതായത് റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നത്, റിപ്പോർട്ടിംഗ്, ഇവയെല്ലാം അവരുടെ കപ്പാസിറ്റിയിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ഓപ്പറേഷൻസ് ടീമിൻ്റെ ഏറ്റവും പ്രവർത്തനങ്ങൾ സുഗമമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്നു. ഉദാഹരണത്തിന് നിങ്ങളുടെ SIP പേയ്മെൻറ്റ് അത് ശരിയായിട്ട് പ്രോസസ്സ് ചെയ്യുന്നതും NAV അപ്ഡേറ്റ് ചെയ്യുന്നതെല്ലാം ഈ ഓപ്പറേഷൻസ് ടീമിൻ്റെ ജോലിയാണ്. അടുത്ത് RT എന്ന് പറയും, രജിസ്ട്രാർഡ് ആൻഡ് ട്രാൻസ്ഫർ ഏജൻറ്റ്. RT ആണ് നിക്ഷേപകരുടെ റെക്കോർഡുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അവർ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ വിശദ വിവരങ്ങൾ, അതുപോലെ KYC ഡോക്യുമെൻറ്റ്സ് എന്നിവയെല്ലാം അവരാണ് സൂക്ഷിക്കുന്നത്. ഉദാഹരണത്തിന് CAMS എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അത് കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെൻറ്റ് സർവീസസ്, അല്ലെങ്കിൽ ഫിൻടെക് ആണ്. അതായത് ഇവരാണ് ഇന്ത്യയിലെ പ്രമുഖമായിട്ടുള്ള RT എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുമ്പോൾ യൂണിറ്റുകൾ അലോട്ട് ചെയ്യുന്നതും, റിഡംഷൻസ് പ്രോസസ്സ് ചെയ്യുന്നത്, ഡിവിഡൻസ് വിതരണം ചെയ്യുന്നത്, നിങ്ങളുടെ പർച്ചേസ് റെക്കോർഡ് ചെയ്യുന്നത് എല്ലാം ഈ RT ആണ്. അപ്പോൾ അവർ നിക്ഷേപകർക്ക് സ്റ്റേറ്റ്മെൻറ്റുകളും മറ്റ് അപ്ഡേഷൻസ് ഒക്കെ അയക്കുന്നത് ഈ AMCയുടെ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ ബിഹാഫിൽ ഈ RT ആണ് അതെല്ലാം ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ട് എന്താണെന്നും അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്നും ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ എന്തുകൊണ്ട് നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കണമെന്നും എന്തൊക്കെയാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ മറ്റ് ഗുണങ്ങളെന്നും നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ കണ്ടന്റ് അത് PDF ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അത് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ ഫ്യൂച്ചർ റെഫറൻസിന് നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ്. We are here to create investment winners. Thank you.